ഈ ഒരു കറന്റ് സിറ്റുവേഷനില് നിങ്ങളുടെ സാമീപ്യം ആ വ്യക്തി എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട്? ഹൗ ഡീപ്ലി ദേ ആർ വിഷിങ് യുവർ പ്രസൻസ് ഇൻ ദെയർ ലൈഫ്. ഓക്കെ. നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ കുറച്ച് ഈഗോ ഉള്ളൊരു വ്യക്തിയാണ് എന്ന് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും അവർക്ക് നിങ്ങളോട് ഒരുമിച്ചുണ്ടായിരുന്ന നിങ്ങൾ 2 പേരും ഒരുമിച്ച് സ്പെൻഡ് ചെയ്തിരുന്ന ഓരോ മൊമെന്റ്സും, ഓരോ ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസും അവർ മനസ്സിൽ ഓർത്തെടുക്കുന്നുണ്ട്. ആ ഓർമ്മകൾ മാത്രമാണ് അവരുടെ ലൈഫിൽ സന്തോഷം അവർക്ക് കൊണ്ടുവരുന്നത്. ഡെഫിനറ്റ്ലി ഈ ഒരു സമയത്ത് അവർക്ക് യാതൊരു വിധത്തിലുള്ള ആക്ഷൻസും എടുക്കാൻ കഴിയുന്നില്ല. അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. യെസ്, അവര് ഇപ്പോ നിങ്ങളുടെ ആ ഒരു റിയൽ വാല്യൂ എന്താണ്? അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്നേഹം അവരുടെ ലൈഫിൽ എത്രത്തോളം ആഴമേറിയ ഒന്നായിരുന്നു എന്നെല്ലാമുള്ള തിരിച്ചറിവുകൾ അവർക്കുണ്ടാവുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. അത്രമാത്രം അവര് ഒരു ഡേ ഡ്രീമിലാണ്. അവർ ഇപ്പോൾ ഒരു ഇമാജിനറി വേൾഡിലാണ്. നിങ്ങളും അവരും ഒരുമിച്ചുണ്ടാകുന്ന നിമിഷങ്ങൾ അവര് സാങ്കല്പികമായിട്ട് അവരുടെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അത്രമാത്രം ഒരു സന്തോഷമാണ് ആ ഓരോ മൊമെന്റും അവർക്ക് നൽകുന്നത്. ആൻഡ് തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരും എന്നുള്ള ഒരു എനർജിയാണ് കിട്ടുന്നത്. അവർക്ക് എന്താണ് അവർക്കൊരു കോൺഫിഡൻസ് ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. നിങ്ങളുടെ മുന്നിലേക്ക് വരാനും നിങ്ങളെ വീണ്ടും അവരുടെ ലൈഫിലേക്ക് അക്സെപ്റ്റ് ചെയ്യാനും അവർക്ക് ഒരു വലിയ തടസ്സം അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഡിസിഷൻ എടുത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും അവർ നിങ്ങളുടെ അരികിലേക്ക് വരാനായിട്ട് വളരെ ആഴത്തിലിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. അത്രമാത്രമുള്ളൊരു സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ അവരെടുത്തിരിക്കുന്നു. മേ ബി അവരുടെ ലൈഫിൽ ഒത്തിരി ബിസി ആയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം. നിങ്ങളെക്കുറിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കമ്മിറ്റ്മെന്റ്സ് ഒന്നും നിങ്ങൾക്ക് തരാൻ കഴിയാതിരുന്നൊരു വ്യക്തിയായിരിക്കാം. പക്ഷേ എത്ര തിരക്ക് പിടിച്ച ജീവിതത്തിൽ പോലും അവര് നിങ്ങളെക്കുറിച്ച് ഓർക്കാത്ത നിമിഷങ്ങളില്ല, ദിവസങ്ങളില്ല. ലൈഫിൽ ഉണ്ടാകുന്ന നെഗറ്റീവായിട്ടുള്ള ഓരോ സാഹചര്യത്തിലും അവർ ചിന്തിക്കുന്നത് നിങ്ങൾ അവരോടൊപ്പം ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ സാമീപ്യം അവരുടെ ലൈഫിലുള്ള ഓരോ കാര്യത്തിനും നിങ്ങളുടെ സാമീപ്യം ഉണ്ടാകണമെന്ന് ചിന്തിക്കുന്നു. അത്രമാത്രം ഇമ്പോർട്ടൻസ് ആണ് അവരുടെ മനസ്സിൽ നിങ്ങൾക്കുള്ളത്. അവരുടെ ഹൃദയത്തിൽ എത്രത്തോളം ഒരു സ്ഥാനം അവർ നിങ്ങൾക്കായിട്ട് നൽകുന്നുണ്ട്. ഇപ്പോൾ അവർക്ക് ഒരുപാട് ഡിപ്രഷനാണ്, ലോസ് ഫീലിംഗ് ആണ്. അവർക്ക് അവരുടെ ലൈഫിൽ ഇപ്പോൾ നിങ്ങൾ അവരിൽ നിന്നും ഒരുപാട് അകലങ്ങളിലാണ് എന്നുള്ളൊരു ഫീലിങ്സ് അവർക്ക് ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ അവരായിട്ട് തന്നെ ചെയ്തു പോയിട്ടുള്ള മിസ്റ്റേക്ക് കൊണ്ടായിരിക്കാം. അവർ ചിലപ്പോൾ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള കമ്മിറ്റ്മെന്റ്സ് തരാത്തത് കൊണ്ടായിരിക്കുമോ നിങ്ങൾ അവരിൽ നിന്നും അകന്നു പോയത് എന്നവർ ചിന്തിക്കുന്നുണ്ട്. അതിലവർക്ക് ഒരുപാട് സങ്കടമുണ്ട്. ഒരുപാട് നിരാശരായിട്ട് അവർ കാണപ്പെടുന്നുണ്ട്. യെസ്, തീർച്ചയായിട്ടും അവരുടെ ലൈഫിൽ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ സാമീപ്യം അവരൊത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ പ്രപ്പോസ് ചെയ്ത് തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് വരാനുള്ള ഒരുപാട് ചാൻസുകളുണ്ട്. നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ചിലപ്പോൾ നിങ്ങളെ അവർ വളരെ സർപ്രൈസ് ആയിട്ട് നേരിൽ കാണാനുള്ളൊരു ചാൻസും കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു ഓപ്പർച്യൂണിറ്റി അവർക്ക് വരുന്നുണ്ട്. നിങ്ങളിലേക്ക് തിരികെ വരാനുള്ള ഒരു അവസരം. ഓക്കെ. ഡെഫിനിറ്റ്ലി ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരും. ഓക്കെ. തീർച്ചയായിട്ടും അവരിപ്പോ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ സാമീപ്യമാണ്. ആ ഒരൊറ്റ കാര്യം മാത്രമാണ് അവരുടെ ലൈഫിൽ അവരിപ്പോ അവരുടെ മനസ്സിലുള്ള ഒരു കാര്യം. അത്രയും സ്ട്രോങ് ആയിട്ട് അവർ ചിന്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ നിങ്ങളോട് അവർ മറച്ചു വെച്ചിട്ടുള്ളതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെല്ലാം അവർ നിങ്ങളോട് തുറന്നു പറയാനായിട്ടും ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നുണ്ട്. അതിന്റെ പേരിൽ അവർക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട്. എങ്ങനെയാണ് നിങ്ങളെ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെയോ ചില സീക്രട്സ് ആയിരിക്കാം നിങ്ങളോട് പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അത് എങ്ങനെയാണ് നിങ്ങളോട് പറയേണ്ടത് എന്ന് അവർക്ക് അറിയുന്നുണ്ടാവില്ല. അതുകൊണ്ടാണ് അവർ നിങ്ങളുടെ മുന്നിലേക്ക് വരാനായിട്ട് ഇത്രയധികം ഒരു ഡിലേ ഉണ്ടായതെന്ന് കാണുന്നത്. പക്ഷെ ഇപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ട് ഒരു ഡിസിഷൻ എടുത്തിരിക്കുകയാണ്. ഇനിയും ഈ ഒരു സിറ്റുവേഷൻ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളെ അവർക്ക് നഷ്ടമായി പോകും എന്ന് പോലും അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ ഇല്ലാണ്ട് അവരുടെ ലൈഫിന് ഒരു കംപ്ലീഷനും ഇല്ലാത്ത ഫീലിംഗ് ആണുള്ളത്.
അവരുടെ ലൈഫിൽ മറ്റൊരു കാര്യങ്ങളും അവർക്ക് ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് പോലും അവർക്കൊരു ഫീലിങ്സ് ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സാമീപ്യം അവരത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട്. ലക്ക് ഈസ് ഓൺ യുവർ സൈഡ്. ഭാഗ്യം ഇപ്പോൾ നിങ്ങളുടെ വശത്താണ്. ആൻഡ് അഡ്ജസ്റ്റ്മെന്റ്സ് ആർ റിക്വയർഡ്. ഓക്കെ, തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരും. ആ ഒരു സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ഈ വ്യക്തിയുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ എന്താണ് അവരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അവർക്ക് ചില കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഈഗോ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ ഈഗോയിസ്റ്റിക് ആയിരിക്കാം. ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഒരു ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ ചിലപ്പോൾ വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാം. ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവുമ്പോൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ അവഗണിക്കേണ്ടതായിട്ടോ പരിഗണിക്കേണ്ടതായിട്ടോ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നിങ്ങൾ ചിന്തിച്ച് തീരുമാനം എടുക്കുക. ഓക്കെ, ആൻഡ് യു ആൻഡ് യുവർ ലവ്ഡ് വൺസ് ആർ സേഫ്. ഓക്കെ, നിങ്ങൾക്ക് നഷ്ടമായി പോയി എന്ന് ചിലപ്പോൾ ചിന്തിക്കുന്നൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാം ചിലപ്പോൾ അതിൽ നിങ്ങൾക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവാം. നിങ്ങൾ ചിലപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് എൻഡ് ആയി പോയി എന്ന് കരുതിയ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം അത് നല്ല രീതിയിൽ ഒരു റീബർത്ത് എടുത്ത് നിങ്ങളുടെ മുന്നിൽ വരുന്നുണ്ടാവാം. മെഡിറ്റേറ്റ് ആൻഡ് കോൺടംപ്ലേറ്റ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരുപാട് ഡിപ്രഷനിലേക്കൊക്കെ പോകുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവരുണ്ടാവാം. പക്ഷേ നിങ്ങളുടെ ചിലപ്പോൾ ഹെൽത്ത് ഇഷ്യൂസ് ചിലപ്പോൾ മെഡിക്കേഷൻസ് ഒന്നും എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് റിലീഫ് ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക. ഒരുപാട് അഫോർമേഷൻസ് ഒക്കെ പറയാനായിട്ട് ശ്രമിക്കുക. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിന് ഒരുപാട് ശാന്തത ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ കൂടുതൽ ഊർജിതമാക്കാനായിട്ട് ശ്രമിക്കുക. അതിന് മെഡിറ്റേഷനാണ് ഏറ്റവും വലിയ പരിഹാരമായിട്ട് ഇവിടെ പറയുന്നത്. നിങ്ങൾ ഒരുപാട് ചിന്തിക്കേണ്ട, ഓരോ കാര്യങ്ങളെക്കുറിച്ചും പാസ്റ്റിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ചും ഒരുപാട് ചിന്തിക്കേണ്ട. ഫ്യൂച്ചറിൽ എന്താവുമെന്ന് ചിന്തിച്ച് നിങ്ങൾ വറീഡ് ആവുകയും വേണ്ട. പ്രസന്റ് സിറ്റുവേഷനിൽ എന്താണ് എന്നുള്ളത് മാത്രം നിങ്ങൾ ചിന്തിക്കുക. ലൈഫിലെ ഓരോ മൊമെന്റിലും നിങ്ങൾ ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക. ആ ഓരോ മൊമെന്റും നിങ്ങൾക്കുള്ളതാണ്. അതിനെ എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് എന്തൊക്കെയാണ് നോക്കാം. ഐ മിസ് യു അഗെയിൻ. ഓക്കെ, അവർക്ക് നിങ്ങളെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഐ ഹോപ്പ് ദ ഫ്യൂച്ചർ വിൽ ബ്രിങ് അസ് ടുഗദർ ബിക്കോസ് ഐ ലവ് യു മോർ ദാൻ യു നോ. നിങ്ങൾ അറിയുന്നതിനേക്കാൾ ഏറെ സ്നേഹം ആ വ്യക്തിക്ക് നിങ്ങളോടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് പ്രതീക്ഷയുണ്ട്. ഫ്യൂച്ചറിൽ തീർച്ചയായിട്ടും നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ചേരും എന്നുള്ള കാര്യത്തിൽ. ആൻഡ് ഇറ്റ്സ് സ്റ്റിൽ ഹേർട്ടിങ്. ഓക്കെ, ഈ ഒരു കാര്യം എപ്പോഴും അവരെ വേദനിപ്പിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഈ ഒരു സെപ്പറേഷൻ്റെ കാര്യം നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞു പോയ നിമിഷം ഒക്കെ ഒരുപാട് അവരെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഓരോ നിമിഷത്തിലും അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നതിലേക്കായി തന്നെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഓക്കെ, അത്രമാത്രം ഒരു ലോസ് ഫീലിംഗ് ആണ്. അവരെ അത്രമാത്രം വേദനിപ്പിക്കുന്നുണ്ട് ഈ ഒരു നഷ്ടം. ഓക്കെ.